നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ന്യൂസിൻ്റെ എല്ലാം ഹെഡ്ലൈൻസ് അത് വെറും പൊളിറ്റിക്സും രാഷ്ട്രീയം സംബന്ധിച്ചുള്ള കാര്യങ്ങൾക്ക് പകരം പ്രവചനം നിവൃത്തീകരണത്തിൻ്റെ ഒരു ഭാഗമാണെങ്കിലോ. മിഡിൽ ഈസ്റ്റ് ഇപ്പോൾ വീണ്ടും ഓൺ ദി എഡ്ജാണ്. ഇസ്രയേലും ഇറാനും അമേരിക്കയും ഡയറക്റ്റായിട്ടുള്ള രീതിയിൽ തന്നെ ഈ യുദ്ധത്തിൽ ഇൻവോൾവായി നിൽക്കുമ്പോൾ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ മറ്റ് പല രാജ്യങ്ങളും ഇപ്പോൾ ഇതിൽ ഇൻവോൾവാണ്. ഓയിൽ മാർക്കറ്റുകളെല്ലാം തന്നെ റിയാക്ട് ചെയ്യുന്നു. അലയൻസുകൾ, അതായത് പല രാജ്യങ്ങൾ തമ്മിലുള്ള കൂട്ടുകെട്ടുകളെല്ലാം തന്നെ ഷിഫ്റ്റിംഗ് നടക്കുന്നു. ലോകത്തിൻ്റെ ശ്രദ്ധ മുഴുവനും ഇപ്പോൾ ഒരൊറ്റ രാജ്യത്തിൻ്റെ മേലാണ്, ഇസ്രയേലിൻ്റെ മേൽ. അപ്പോൾ പലരും ചോദിക്കുന്നൊരു കാര്യമാണ്, നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ കാര്യങ്ങൾ സഭയുടെ ഉൽപ്രാപണം, റാപ്ചർ ഓഫ് ദ ചർച്ചിന് സ്റ്റേജ് ഒരുക്കുകയാണോ എന്ന്. എനിക്ക് കുറേ കാര്യങ്ങളുണ്ട് നിങ്ങളോട് ഈ ഒരു സന്ദേശത്തിൽ പങ്കുവയ്ക്കാൻ. അതുകൊണ്ട് തന്നെ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഹലോ ആൻഡ് വെൽക്കം ടു പോയിന്റ് ടു എറ്റേണിറ്റി. ബൈ ദ വേ, ഈ സന്ദേശങ്ങളുടെ എല്ലാം ഇംഗ്ലീഷും ഹിന്ദിയും വേർഷൻസും നമ്മുടെ ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദി ചാനൽസിൽ ലഭ്യമാണ്. അവയുടെ ലിങ്കുകളും കൂടെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇപ്പം മിഡിൽ ഈസ്റ്റിലെ കാര്യങ്ങൾ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ, മിഡിൽ ഈസ്റ്റ് എന്ന് പറയുന്ന പ്രദേശം എല്ലായ്പ്പോഴും വോളറ്റൈലായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാൻ നല്ല സാധ്യതയുള്ള ഒരു സ്ഥലമാണ്. പക്ഷേ ഇപ്പോൾ നമ്മളവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇസ്രയേലും ഇറാനും നാളുകളായിട്ടുള്ള രീതിയിൽ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള രീതിയിലായിരുന്നു യുദ്ധമെല്ലാം നടന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഡയറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ ആ യുദ്ധം ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇറാൻ്റെ ആ റീജിയണലായിട്ടുള്ള സ്വാധീനവും ഇറാൻ മറ്റ് രാജ്യങ്ങളിലേക്ക്, ചുറ്റിനുമുള്ള സുന്നി അറബ് രാജ്യങ്ങളിലേക്കും ഇസ്രായേലിലേക്കും ഒക്കെ അയച്ചുകൊണ്ടിരിക്കുന്ന മിസൈലിൻ്റെ കേപ്പബിലിറ്റീസും, പിന്നെ ഇറാൻ കെട്ടിപ്പടുത്തുയർത്തുന്ന ചില കൂട്ടുകെട്ടുകളും, ഇതെല്ലാം ഇസ്രായേലിന് വലിയൊരു കൺസേൺ തന്നെയാണ്. ഇപ്പോൾ അമേരിക്ക ഇതിനകത്ത് ഡയറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ ഇൻവോൾവ് ആണ്. മറ്റ് ഗ്ലോബൽ പവേഴ്സ്, മറ്റ് രാജ്യങ്ങളും ഇപ്പോൾ നടക്കുന്ന ഈ ഒരു യുദ്ധത്തെ ക്ലോസ് ആയിട്ടുള്ള രീതിയിൽ വാച്ച് ചെയ്തും വരികയാണ്. ഇത് ലോകത്തിൻ്റെ ഏറെക്കുറെ എല്ലാ രാജ്യങ്ങളെയും തന്നെയും ബാധിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. കാരണം ഓയിലിൻ്റെയും നാച്ചുറൽ ഗ്യാസിൻ്റെയും സപ്ലൈ റൂട്ടുകളെല്ലാം ഇപ്പോൾ ത്രെട്ടൻഡാണ്. ഇപ്പോൾ അവയെല്ലാം ഭീഷണിയിലാണ്. ഷിപ്പിംഗ് ലൈനുകളെല്ലാം തന്നെ അൺസ്റ്റേബിളാണ്. പല ഷിപ്പുകൾക്കും ഇപ്പോൾ നമുക്കറിയാം സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസിലൂടെ പോകുവാൻ സാധിക്കാത്ത വിധത്തിൽ നിൽക്കുകയാണ്. പിന്നെ അവിടെയുള്ള തന്നെ റീജിയണലായിട്ടുള്ള രാജ്യങ്ങൾ, മിഡിൽ ഈസ്റ്റിലെ തന്നെ രാജ്യങ്ങൾ സൗകര്യത്തിനനുസരിച്ച് സൈഡുകൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെയും ചിലർ മാറുന്നുമുണ്ട്. പിന്നെ ആഗോളതലത്തിലുള്ള പല സാമ്പത്തിക മേഖലകളും ഇപ്പോൾ റിയാക്ട് ചെയ്ത്, അത് ശക്തമായിട്ടുള്ള രീതിയിൽ തന്നെ റിയാക്ട് ചെയ്ത് വരികയും കൂടെ. വീണ്ടും ഇസ്രയേൽ ലോകത്തിൻ്റെ ശ്രദ്ധയുടെ സെൻറ്ററിൽ തന്നെ നിൽക്കുക. എങ്ങനെയാണോ തിരുവഴുത്തിൽ അന്ത്യകാലത്ത് ഇസ്രയേൽ ഫോക്കൽ പോയിന്റ് ഓഫ് ദ വേൾഡ് അഫയേഴ്സ്, ലോകത്തിൻ്റെ തന്നെ ശ്രദ്ധയുടെ സെൻറ്ററിലായിരിക്കും എന്ന് സെക്കറിയ പ്രവാചകൻ്റെ പുസ്തകം 12 പറഞ്ഞതുപോലെ, അതുപോലെ തന്നെയുള്ള സാഹചര്യത്തിലേക്ക് ഇപ്പോൾ നീങ്ങിയിരിക്കുക. പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എക്കോണമിക് ഇമ്പാക്റ്റ് നോക്കുകയാണെങ്കിൽ, മിഡിൽ ഈസ്റ്റിൽ എന്തെങ്കിലും രീതിയിലുള്ള അനിശ്ചിതത്വമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്നത് എനർജി മാർക്കറ്റുകളാണ്. ഇപ്പോൾ ഉയർന്ന എണ്ണയുടെ വിലകൾ കാരണം ട്രാൻസ്പോർട്ടേഷൻ്റെ ചെലവുകൾ വർദ്ധിക്കും. പിന്നെ ഇതിനു മുമ്പുള്ള ഒരു സന്ദേശത്തിൽ ഞാൻ ഓർപ്പിച്ചതായിരുന്നു, ഫെർട്ടിലൈസർ ഉണ്ടാക്കുവാനായിട്ടുള്ള ചെലവ് വർദ്ധിക്കും. കാരണം അവയെല്ലാം ഈ ഓയിൽ പ്രൈസുമായിട്ട്, ഈ ഓയിലാണ് അതിന് വേണ്ടിയ ഒരു ഘടകം. അതുകൊണ്ട് തന്നെ ഫെർട്ടിലൈസറിൻ്റെ ഉൽപ്പാദന ചെലവ് കൂടും. അത് നിമിത്തം ഫുഡ് പ്രൈസസ്, ഭക്ഷണം ഉൽപ്പാദിക്കുവാനായിട്ടുള്ള ചെലവുകളും വർദ്ധിക്കും. ആൻഡ് അപ്പോൾ തന്നെ ഇതിൻ്റെ മറുവശമാണ് ഡിക്രീസ് ഇൻ ഗ്ലോബൽ ഫുഡ് പ്രൊഡക്ഷൻ. ആഗോളതലത്തിൽ ഭക്ഷണം ഉൽപ്പാദിപ്പിക്കുന്നതിൻ്റെ അളവിൽ തന്നെ വലിയ കുറവും വരും. അതിപ്പോഴല്ല, ഇപ്പോൾ പ്ലാന്റിംഗ് സമയത്താണ് അതിൻ്റെ ആ ഒരു ഇമ്പാക്റ്റ് തുടങ്ങുന്നതെങ്കിൽ ഇതിൻ്റെ ഒരു ഫുൾ സൈക്കിൾ വരുമ്പോൾ, ഹാർവെസ്റ്റിൻ്റെ സമയം, അതായത് വിളവെടുപ്പിൻ്റെ സമയമാകുമ്പോഴായിരിക്കും അതിൻ്റെ ആ ഒരു ഫുൾ എഫക്റ്റ് നമ്മൾ കണ്ടുവരുന്നത്. പിന്നെ അതിനോടൊപ്പം ഉയർന്ന പണപ്പെരുപ്പം, പിന്നെ സാമ്പത്തികമായിട്ടുള്ള അനിശ്ചിതത്വം, പിന്നെ ആഗോളതലത്തിലുള്ള സാമ്പത്തിക മാർക്കറ്റുകളെല്ലാം തന്നെ ദുർബലമായിട്ടുള്ള രീതിയിലാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അതുകൊണ്ട് തന്നെ ഗവൺമെൻറ്റുകൾ അവരുടെ എല്ലാം പോളിസികളിൽ പെട്ടെന്ന് മാറ്റം വരുത്തുന്നു. ആളുകൾ ദൈനംദിന ജീവിതത്തിൽ, നോർമലായിട്ടുള്ള ജീവിതത്തിൽ തന്നെ അതിൻ്റെ എല്ലാം ഇമ്പാക്റ്റുകൾ കണ്ടു തുടങ്ങി. ബൈബിൾ തന്നെ പറയുന്ന അന്ത്യകാലത്ത് ദൈവം ഈ ലോകത്തിൻ്റെ സകല രാജ്യങ്ങളെയും കുലുക്കും. ഒരു ഗ്ലോബൽ ഇൻസ്റ്റെബിലിറ്റി ഉണ്ടാവും. ആഗോളതലത്തിൽ തന്നെ അനിശ്ചിതത്വം ഉണ്ടാകും. അത് സകല രാജ്യങ്ങളും അത് ഫീൽ ചെയ്യും. അങ്ങനെ ഒട്ടേറെ പ്രവചന പുസ്തകങ്ങളിലും പിന്നെ കർത്താവ് തന്നെ അത് ഓർപ്പിച്ചായിരുന്നല്ലോ. ഉദാഹരണത്തിന് ഹഗായിയുടെ പുസ്തകത്തിലും ലൂക്കോസ് 21 എല്ലാം നമ്മളത് കാണുന്നുണ്ട്. പിന്നെ ഇപ്പം ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ, ഇസ്രായേലിൻ്റെ യുണീക്ക് റോളോ, ഇസ്രായേൽ ജോഗ്രാഫിക്കലി നോക്കുകയാണെങ്കിൽ വളരെ ചെറിയ ഒരു രാജ്യമാണ്. എന്നാലും ഗ്ലോബൽ ന്യൂസ് ഹെഡ്ലൈൻസിൻ്റെ എല്ലാം ഏറ്റവും മുകളിൽ നിൽക്കുന്നത് ഇസ്രായേലായിരിക്കും. ഇപ്പോൾ കഴിഞ്ഞ നൂറ്റാണ്ടിൽ തന്നെ സംഭവിച്ചത് നമ്മളൊന്ന് നോക്കുകയാണെങ്കിൽ, ഏകദേശം 2000 വർഷങ്ങൾക്ക് ശേഷം ഇസ്രയേൽ വീണ്ടും ഒരു രാജ്യമായി 1948 വീണ്ടും ഒരു രാജ്യമായി ഉണ്ടാവുകയാണ്.
അനേക പ്രവചനങ്ങൾ ബൈബിളിലുണ്ട്. അന്ത്യകാലത്ത് ദൈവം ഇസ്രയേലിനെ അവരുടെ സ്വന്തം ദേശമാകുന്ന ഇസ്രയേൽ ദേശത്തിലേക്ക് മടക്കി കൊണ്ടുവരുമെന്നുള്ളത്. യെശയ്യാവിൻ്റെ പുസ്തകം 66 അധ്യായം, എസ്കേലിൻ്റെ പുസ്തകം 36, 37 അധ്യായങ്ങൾ, അങ്ങനെ ഒട്ടേറെ വേദഭാഗങ്ങളിൽ ദൈവം അത് വാഗ്ദത്തം ചെയ്തതാണ്. പിന്നെ നമ്മൾ 1967 വരുമ്പോൾ യെരുശലേം യഹൂദരുടെ കൺട്രോളിൻ്റെ കീഴിൽ വരികയും കൂടെ. അപ്പോൾ ഇത് നമ്മൾ കാണുമ്പോൾ നമ്മൾ ഓർത്തു പോകും, യേശു കർത്താവ് യെരുശലേമിനെ കുറിച്ച് പറഞ്ഞത് യെരുശലേം ജാതികളുടെ നിയന്ത്രണത്തിലായിരിക്കും. എപ്പോൾ വരെ? ഒരു നിശ്ചിത സമയം വരെ. ലൂക്കോസ് 21:24 യേശു അത് പറഞ്ഞത്. മാത്രമല്ല, അതിനോടൊപ്പം നമ്മൾ കാണുന്ന ലോകത്തിൻ്റെ നാനാ ദിക്കുകളിൽ നിന്നും യഹൂദ ജനം അവരുടെ ദേശത്തിലേക്ക് തന്നെ മടങ്ങി വരുന്നത്, അതും പ്രവചനത്തിൽ ദൈവം നേരത്തെ തന്നെ പറഞ്ഞതാണ്. അന്ത്യകാലത്തിൽ യഹൂദ ജനത്തെ ലോകത്തിൻ്റെ നാനാ ദിക്കുകളിൽ നിന്ന് അവരുടെ സ്വന്തം ദേശമാകുന്ന ഇസ്രായേലിലേക്ക് ദൈവം മടക്കിക്കൊണ്ടുവരുമെന്ന്. യെശയ്യാവിൻ്റെ പുസ്തകം 11, യെഹെസ്കേലിൻ്റെ പുസ്തകം 37 അധ്യായം, അവിടെ എല്ലാം നമ്മളത് വായിക്കുന്നു. പിന്നെ ഇപ്പോൾ 2023 ഒക്ടോബർ 7 ശേഷം കൂടുതൽ യഹൂദർ മറ്റ് പല രാജ്യങ്ങളിൽ നിന്നും ഇസ്രയേലിലേക്ക് മടങ്ങി എത്തിവരികയാണ്. ഇസ്രയേൽ എന്ന രാഷ്ട്രം വീണ്ടും ഉണ്ടായതും പിന്നെ ഇസ്രയേൽ ശക്തമായിട്ടുള്ളൊരു രാജ്യമായി ആ പ്രദേശത്ത് നിൽക്കുന്നതും അത് തന്നെ ഒരു വലിയ തെളിവാണ്. ദൈവത്തിൻ്റെ വചനം അക്ഷരാർത്ഥത്തിൽ അന്ത്യകാലത്ത് നിവൃത്തിയായി വരികയാണ്. പിന്നെ ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു സ്റ്റേജ് എന്ന് നോക്കുകയാണെങ്കിൽ ലോകത്തിൻ്റെ സംഭവങ്ങൾ തന്നെ ഇസ്രയേലിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നു. ഞാൻ മുമ്പേ ഓർപ്പിച്ചല്ലോ, യെരുശലേം ആയിരിക്കും ഗ്ലോബൽ ഫോക്കൽ പോയിന്റ്. ആഗോളതലത്തിലുള്ള ശ്രദ്ധ തന്നെ പിടിച്ചു പറ്റുന്നത് ഇസ്രയേൽ ആയിരിക്കും. അങ്ങനെ ഒരു അവസ്ഥയിലേക്കും വന്നിരിക്കുക. പിന്നെ ഇപ്പോൾ കഴിഞ്ഞ നൂറ്റാണ്ട് തന്നെ എടുക്കുകയാണെങ്കിൽ അനേക എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള കാര്യങ്ങളും ഫാസ്റ്റായിട്ട് സംഭവിച്ചു വരികയാണ്. ഞാനിപ്പോൾ ഓർപ്പിച്ചല്ലോ, ഇസ്രായേൽ വീണ്ടും ഉണ്ടായതും ശക്തമായിട്ട് എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു രാജ്യമായി നിൽക്കുന്നത് തന്നെയാണ് ദൈവം തന്നിരിക്കുന്നതിലെ ഏറ്റവും വലിയൊരു അടയാളം. പക്ഷേ അതിന് പുറമെ മറ്റു ചില കാര്യങ്ങളിലൂടെ നമ്മൾ നോക്കുകയാണെങ്കിൽ, ഉദാഹരണത്തിന് ആഗോളതലത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ സാങ്കേതിക വിദ്യയുടെയും പിന്നെ ടെക്നോളജിയുടെയും ട്രാവൽ സഞ്ചാരത്തിനൊക്കെയുള്ള സാങ്കേതിക വിദ്യകളും എല്ലാം നമ്മൾ നോക്കുമ്പോൾ രാജ്യങ്ങൾ തമ്മിൽ കൂടുതൽ ഇൻ്റർ കണക്റ്റഡ് ആയിരിക്കുക. ലോകം ചെറുതായതുപോലെ നമുക്കിപ്പോൾ തോന്നുന്നുണ്ട്. ഇത് നമ്മൾ കാണുമ്പോൾ ദാനിയേൽ പ്രവചന പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ദാനിയേൽ 12:4 അറിവ് അന്ത്യകാലത്ത് നന്നായി വർദ്ധിക്കും, സഞ്ചാരവും ഒക്കെയും തന്നെ വളരെ ഫാസ്റ്റായിട്ട് നടക്കുന്ന ഒരു കാലഘട്ടത്തെക്കുറിച്ചുള്ള ഒരു വിവരണം. അറിവിപ്പോൾ നന്നായിട്ട് വർദ്ധിച്ചിരിക്കുക. എന്തുമാത്രം ഇൻഫർമേഷനാണ് നമുക്കതുമായിട്ട് എബ്രസ്റ്റായിട്ട് നിൽക്കുവാൻ, ഇൻ ടച്ചിൽ ഫാസ്റ്റായിട്ടുള്ള രീതിയിൽ വരുന്ന ഇൻഫർമേഷനുമായിട്ട് കറക്റ്റായിട്ട് ഓൺ ടൈം നിൽക്കുവാൻ പോലും ഇപ്പോൾ പ്രയാസമായി വന്നിരിക്കുക. ലോകം ചെറുതായതുപോലെ തോന്നും. ലോകത്തിൻ്റെ പല സ്ഥലങ്ങളിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ എല്ലാവരെയും ബാധിക്കുന്നത് പോലെ വന്നിരിക്കുക. ഇപ്പോൾ ഈ ഡെവലപ്മെൻറ്റുകളൊക്കെ നോക്കുകയാണെങ്കിൽ അതും എല്ലാം ഒരൊറ്റ തലമുറയ്ക്കകത്ത് തന്നെ സംഭവിച്ചത് തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ അവയെല്ലാം ഈ ചരിത്രത്തിൻ്റെ തന്നെ ഫൈനൽ സ്റ്റേജിനെ ഒരുക്കുവാനായിട്ടുള്ള മുന്നോടിയാണ്. പിന്നെ നമ്മൾ നോക്കേണ്ടത് ഈ തലമുറ എന്ന് ഉദ്ദേശിക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ചുകൂടെ എനിക്കൊന്ന് പറയണം. സങ്കീർത്തനം 90 ദൈവത്തിൻ്റെ വചനം പറയുന്നത് ഒരു തലമുറ എന്ന് പറഞ്ഞാൽ 70 അല്ലെങ്കിൽ ഏറിയാൽ 80 വർഷം. നമുക്കറിയാം, ഇസ്രായേൽ എന്ന രാഷ്ട്രം വീണ്ടും ഈ ഭൂമുഖത്ത് ഉണ്ടായത് 1948. നമ്മൾ 1948 മുതൽ 80 വർഷം നമ്മൾ നോക്കിയാൽ വന്നെത്തുന്നത് 2028. ഇനി യെരുശലേം തിരിച്ച് യഹൂദരുടെ കൺട്രോളിൻ്റെ കീഴിൽ വന്നത് 1967. 80 വർഷം 1967 കൂട്ടിച്ചേർത്താൽ 2047 വന്നെത്തും. യേശു തന്നെ പറഞ്ഞു, അന്ത്യകാലത്തെക്കുറിച്ച് പറഞ്ഞ ആ ഒരു അടയാളങ്ങളെല്ലാം പറഞ്ഞിട്ട് യേശു പറഞ്ഞത്, ഇത് സംഭവിച്ച് തീരുന്നതിന് മുമ്പ് ആ തലമുറ, അതായത് അത് കാണുന്ന തലമുറ ഒഴിഞ്ഞു പോകുകയില്ല. അതായത് ആ തലമുറയുടെ കാലത്തിനുള്ളിൽ തന്നെ അതെല്ലാം സംഭവിച്ചു കഴിയുമെന്ന്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ആർക്കും ഒരു മനുഷ്യനും കൃത്യതയോടുകൂടി ഇന്ന ദിവസം ഇത്രാമത്തെ മണിക്കൂർ അല്ലെങ്കിൽ ഇത്രാമത്തെ വർഷം യേശു കർത്താവ് തൻ്റെ മധ്യാകാശത്തിലുള്ള പ്രത്യക്ഷപ്പെടലിൽ വരും എന്ന് പറയുവാൻ സാധിക്കില്ല. കാരണം അത് ദൈവം തനിക്ക് വേണ്ടി തന്നെ മാറ്റി വെച്ചിരിക്കുന്ന, ഹി ഹാസ് റിസർവ്ഡ് ദാറ്റ് ഫോർ ഹിംസെൽഫ്. അത് ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ മാത്രം ആ സമയത്ത് മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ നമ്മൾ ഈ ടൈം ഫ്രെയിമുകളൊക്കെ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ആ അന്ത്യകാലത്തിൻ്റെ ആ അന്ത്യ തലമുറയിൽ തന്നെ നിൽക്കുന്നവരാണ്. നമ്മൾ ആ പ്രവചന ടൈം ലൈനിൽ അവസാനത്തെ നിമിഷങ്ങളിലാണെന്നുള്ളത് നാം മറക്കരുത്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, എങ്ങനെയാണോ ഇപ്പോൾ രാജ്യങ്ങൾ തമ്മിലുള്ള കൂട്ടുകെട്ടുകളുടെ ആ ഷിഫ്റ്റിംഗ് ഇപ്പോൾ സംഭവിക്കുന്നതെന്നുള്ളത്. ഇപ്പോൾ ഈ ഒരു യുദ്ധത്തിൽ ഇറാൻ ശക്തമായിട്ടുള്ള രീതിയിൽ തന്നെ അങ്ങ് ക്ഷീണിച്ചു പോവുകയാണെങ്കിൽ ഒരു രീതിയിലും ഇസ്രയേലിനെതിരെ ഒറ്റയ്ക്ക് നിൽക്കുവാൻ ഇറാനെ കൊണ്ട് സാധിക്കില്ല.
അപ്പോൾ ക്ഷീണിച്ച ഒരു ഇറാന് ശക്തമായിട്ടുള്ള കൂട്ടുകാരുടെ ആവശ്യമുണ്ട്. അവിടെയാണ് റഷ്യയും ടർക്കിയുടെയും പ്രസക്തി ഇരിക്കുന്നത്. ഈ രാജ്യങ്ങൾ ഇറാനുമായിട്ട് നാളുകളായിട്ടുള്ള രീതിയിൽ നല്ല ബന്ധം പുലർത്തി വരുന്ന രാജ്യങ്ങളാണ്. അതിപ്പോൾ നയതന്ത്രപരമായിട്ട്, സാമ്പത്തികമായിട്ട്, സ്ട്രാറ്റജിക് പരമായിട്ട് എല്ലാം ഇവർ തമ്മിൽ വളരെ നാളുകളായിട്ടുള്ള രീതിയിൽ തന്നെ സഹകരിച്ച് വരികയാണ്. അപ്പോൾ ഈ പാർട്ട്ണർഷിപ്സ് തന്നെ ഇപ്പോൾ കൂടുതൽ ബലപ്പെട്ടുകൊണ്ടിരിക്കുക ഈ യുദ്ധം നിമിത്തം. അപ്പോൾ ഇതെല്ലാം കാണുമ്പോൾ നമ്മൾ യെഹെസ്കേൽ 38 അധ്യായത്തിൽ കാണുന്ന ആ ഗോഗ് മാഗോഗ്, ആ ഇൻവേഷൻ ഓഫ് ഇസ്രയേലിനെതിരെ കടന്നു വരുന്ന ആ ഒരു ഗ്രൂപ്പ് ഓഫ് രാജ്യങ്ങളിൽ ഉള്ളവരാണ് റഷ്യ, ഇറാൻ, ടർക്കി, സുഡാൻ, ലിബിയ. ആ ഒരു കൂട്ടുകെട്ടിൻ്റെ ഫോർമേഷൻ ഇപ്പോഴെന്നല്ല, കുറേ നാളുകളായിട്ടുള്ള രീതിയിൽ ഓൾറെഡി ഫോമായി വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അപ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഇപ്പോൾ ഈ യുദ്ധം നിമിത്തം അമേരിക്ക കൂടുതൽ സാമ്പത്തികമായിട്ടുള്ള ഞെരുക്കത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. അമേരിക്കയുടെ നാഷണൽ കടം തന്നെ ഇപ്പോൾ $39 ട്രില്യൺ കവിഞ്ഞു. ഈ യുദ്ധത്തിൽ അമേരിക്കയ്ക്കുള്ള ചെലവ് ഓരോ ദിവസവും ഏകദേശം $1 ബില്യൺ ചെലവാണ്. ഇപ്രകാരം നീണ്ടുപോകുന്ന യുദ്ധവും വർദ്ധിച്ചു വരുന്ന എനർജിയുടെ കോസ്റ്റും പിന്നെ ആഗോളതലത്തിലുള്ള ഇൻസ്റ്റെബിലിറ്റി, അനിശ്ചിതത്വവും തന്നെ അമേരിക്കയ്ക്ക് കൂടുതൽ ഈ ലോകത്തിലെ കാര്യങ്ങളിൽ ഒരു സൂപ്പർ പവറായി കാര്യങ്ങളെ നിയന്ത്രിക്കുവാനായിട്ടുള്ള കഴിവിനെ തന്നെ ശക്തമായി ബാധിക്കും. അമേരിക്ക ഗ്രാജ്വലി അവർക്ക് ഈ ലോകത്തിൻ്റെ ഈ പറഞ്ഞ പോലെ സൂപ്പർ പവറായി ആക്ട് ചെയ്യാനായിട്ടുള്ള ആ ഒരു കാര്യം തന്നെ അവർക്ക് അങ്ങ് നഷ്ടപ്പെട്ടു വരും. ഇങ്ങനെ ഒരു സ്ഥിതിയിലേക്ക് പോകുമ്പോൾ നമ്മൾ ഈ യെഹെസ്കേൽ 38 അധ്യായത്തിൽ കാണുന്നത് പല രാജ്യങ്ങൾ, പ്രത്യേകിച്ച് ഈ പറഞ്ഞ റഷ്യയും ഇറാനും ടർക്കിയും ഇവരെ എല്ലാവരെയും കാണുമ്പോൾ അമേരിക്ക എന്നൊരു സൂപ്പർ പവറിനെ കാണുന്നില്ല. അപ്പോൾ അമേരിക്കയുടേതായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ട് തന്നെ അമേരിക്ക കുറച്ചും കൂടെ ഒതുങ്ങിപ്പോകുമോ? പിന്നെ അതുപോലെ തന്നെ മറ്റ് ചില രാജ്യങ്ങൾ, അമേരിക്ക സപ്പോർട്ട് ചെയ്യുന്ന ചില രാജ്യങ്ങൾ പോലും സൈനികപരമായിട്ട് ആ അധിനിവേശ ഗ്രൂപ്പിനോട് പ്രതികരിക്കുന്നില്ല. അവർ ചില ചോദ്യങ്ങൾ ചോദിക്കുന്നതേ ഉള്ളൂ, അല്ലാതെ ആ കടന്നു വരുന്ന സംഘടിത ശക്തികളെ മിലിറ്ററി പരമായിട്ടുള്ള രീതിയിൽ ഇവരാരും അറ്റാക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ ഡിഫെൻസിനായിട്ടോ വരുന്നില്ല. പിന്നെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ നേറ്റോ എന്ന് പറയുന്ന സംഘടനയ്ക്കകത്തുള്ള വിള്ളൽ. പല യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയോടുകൂടി ചേർന്ന് സഹകരിക്കുന്നില്ല. എങ്ങനെയാണോ അവർ അമേരിക്കയോട് ചേർന്ന് പ്രവർത്തിക്കേണ്ടത് അതുപോലൊന്നും അവർ പ്രവർത്തിക്കുന്നില്ല. പ്രത്യേകിച്ച് ഈ സ്ട്രെയ്റ്റ് ഓഫ് ഹോർമുസിൻ്റെ ഈ വിഷയത്തിൽ തന്നെ ഈ പറയുന്ന യൂറോപ്യൻ രാജ്യങ്ങൾ ആരും തന്നെ ഒന്നും കാര്യമായിട്ട് ചെയ്യുന്നില്ല. മുഴുവനും അമേരിക്ക തന്നെ ചെയ്യേണ്ട ഒരവസ്ഥ, ഇസ്രായേലും അമേരിക്കയും കൂടെ ചെയ്യേണ്ട ഒരവസ്ഥയാണ്. അതും ഈ നേറ്റോയ്ക്കകത്തുള്ള മറ്റ് രാജ്യങ്ങൾ ഈ അമേരിക്കയെ സഹായിക്കാൻ മുന്നോട്ട് വരണം എന്ന് ട്രംപ് പറഞ്ഞിട്ടും അവരാരും മുന്നോട്ട് വരുന്നുമില്ല. പിന്നെ ടർക്കിയുടെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ വർഷങ്ങളായിട്ടുള്ള രീതിയിൽ തന്നെ നോക്കുകയാണെങ്കിൽ നേറ്റോയിൽ നിന്ന് എക്സിറ്റായി പോകുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങളുമാണ് ടർക്കിയുടെ. പിന്നെ ഇപ്പോൾ ഇറാൻ്റെ പ്രവർത്തികൾ ഈ കഴിഞ്ഞ ഒരു മാസത്തെ വെച്ച് തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ പല സുന്നി അറബ് രാജ്യങ്ങളും ഇപ്പോൾ ഇറാനിൽ നിന്ന് അകന്നു നിൽക്കാനാണ് താല്പര്യപ്പെടുന്നത്. കാരണം ഇറാൻ അവരുടെ എല്ലാ രാജ്യങ്ങളിലോട്ട് മിസൈലുകളെ അയച്ചു. അപ്പോൾ ഇപ്പോൾ തന്നെ നമ്മൾ കാണുന്നു ഒരു അൺയൂഷ്വൽ ആയിട്ടുള്ളൊരു അലൈൻമെൻറ്റാണ്. ഇസ്രായേലിനെതിരെ ഒരുമിച്ച് ഇവർ എല്ലാവരും എതിർത്ത് നിൽക്കേണ്ടതിന് പകരം നമ്മളിപ്പോൾ കാണുന്നത് ഇറാനിൽ നിന്ന് അകന്നു മാറുന്ന പല സുന്നി അറബ് രാജ്യങ്ങളും ഈ പറഞ്ഞ സുന്നി പല അറബ് രാജ്യങ്ങളും ഇസ്രായേലിനോട് ചേർന്ന് നന്നായിട്ട് സഹകരിച്ചു വരുന്നു. അതിൻ്റെ ബെസ്റ്റ് ഉദാഹരണമാണ് എബ്രഹാം അക്കോർഡ്സ്. പിന്നെ ഈ പറഞ്ഞ സുന്നി അറബ് രാജ്യങ്ങൾക്കെല്ലാം ഇപ്പോൾ ഒരൊറ്റ ആഗ്രഹമാണ്, എത്രയും വേഗം ആ പ്രദേശത്ത് സ്റ്റെബിലിറ്റി കൊണ്ടുവരണം. അതിനകത്ത് ഇറാനെ നന്നായിട്ട് ഒതുക്കിയാലും സാരമില്ല, അവിടെ സ്റ്റേബിൾ ആകണം എന്നാണ് അവരുടെ ആഗ്രഹം. അപ്പോൾ പ്രവചനപരമായിട്ട് നമ്മൾ ആ ഫ്രെയിംവർക്കിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യമായിരിക്കണം ഇനി മുന്നോട്ട് ഫാസ്റ്റായിട്ടുള്ള രീതിയിൽ യെഹെസ്കേൽ 38 ഗോഗ് മാഗോഗ് അധിനിവേശത്തിലേക്ക് നീങ്ങുന്നത്. ആ ഒരു കൂട്ടുകെട്ട് ഓൾറെഡി ഫോമായി വന്നിട്ടുമുണ്ട്. പക്ഷേ ആ ഒരു കടന്നു വരുന്ന അധിനിവേശ ശക്തിയെ നശിപ്പിക്കുന്നത് മാനുഷിക ശക്തിയല്ല എന്ന് ബൈബിൾ പറയുന്നു. ബൈബിൾ വ്യക്തമായി പറയുന്നു, ദൈവം, സർവശക്തനായ ദൈവം തന്നെ ഇസ്രായേലിന് വേണ്ടി ഇടപെടുകയും ഇസ്രായേലിനെ രക്ഷിക്കുകയും ചെയ്യും. ബൈ ദ വേ, ആ യെഹെസ്കേൽ 38 കാണുന്ന ആ ഗോഗ് മാഗോഗ് അധിനിവേശം എപ്പോൾ, ഉൽപ്രാവണത്തിന് മുൻപാണോ അതോ അത് കഴിഞ്ഞാണോ, 7 വർഷത്തെ മോതിരവ കാലത്തിലാണോ എന്നൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും ടച്ച് ചെയ്യുന്ന ആ സന്ദേശത്തിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അത് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങളത് കാണുക. പിന്നെ ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഈ പ്രശ്നത്തിൻ്റെ എല്ലാം നടുവിൽ ഒരു വ്യാജ സമാധാനം ഉയർന്നു വരുന്നുണ്ടോ? ചരിത്രം വീണ്ടും വീണ്ടും കാണിച്ചിട്ടുള്ളൊരു കാര്യമാണ്, ആഗോളതലത്തിൽ വലിയ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ ആളുകൾ സ്റ്റെബിലിറ്റി ആഗ്രഹിക്കും. ഒരു കാര്യങ്ങളെല്ലാം നന്നായിട്ട് പോകണമെന്നുള്ളൊരാഗ്രഹം അത് സ്വാഭാവികമാണ്. ആൻഡ് ഇപ്രകാരമുള്ള ഒരു അനിശ്ചിതത്തിൻ്റെ നടുവിലായിരിക്കും ഒരു ശക്തനായിട്ടുള്ള ഒരു ലീഡർ ഉയർന്നു വരും. അവൻ സമാധാനവും സംരക്ഷണവും സുരക്ഷയും എല്ലാം വാഗ്ദാനം ചെയ്യും.
തിരുവെഴുത്ത് തന്നെ പറയുന്നത് ആളുകൾ എപ്പോഴാണോ സമാധാനവും സുരക്ഷയെന്ന് പറയുന്നത് അപ്പോഴായിരിക്കും ദ്രുതഗതിയിൽ ഫാസ്റ്റായിട്ടുള്ള രീതിയിലുള്ള നാശം വരുന്നത്. 1 തെസ്സലോനിക്കർ 5:3 നമ്മളത് വായിക്കുന്നു. അപ്പോൾ ആ ഉയർന്നു വരുന്ന ആ ലീഡർ ഈ പ്രശ്നങ്ങളുടെ എല്ലാം നടുവിൽ സ്റ്റെബിലിറ്റി വാഗ്ദാനം ചെയ്യും, സമാധാനം വാഗ്ദാനം ചെയ്യും. ആൻഡ് ഏറെക്കുറെ ഈ ലോകത്തിലെ നല്ല ഒരു പങ്ക് ആളുകളും അവനെ ഫോളോ ചെയ്യും, അവൻ്റെ അധികാരത്തിന് കീഴ്പ്പെട്ടു വരും. എന്നാലും ബൈബിൾ മുന്നറിയിപ്പ് നൽകുന്നത് ആരൊക്കെയാണോ അവന് അലീജിയൻസ് കൊടുക്കുന്നത്, അവനെ ആരാധിക്കുന്നത്, കാരണം അങ്ങനെ ഒരു സാഹചര്യത്തിലേക്കാണ് നീങ്ങി വരുന്നത്, അതാണ് ബൈബിൾ പറയുന്നത്. അങ്ങനെ ഒരു സിസ്റ്റത്തിലേക്ക് പോകുന്നവരെല്ലാവർക്കും തന്നെ വലിയ ആത്മീക പ്രത്യാഘാതങ്ങൾ ഉണ്ടാവും. അവരെന്നേക്കും ദൈവത്തിൽ നിന്ന് അകന്നുപോകും. അവരുടെ ആത്മാക്കളെ അവർ പിശാചിനെ വിൽക്കും. അവരുടെ നിത്യത നരകത്തിലുമായിരിക്കും. അപ്പോൾ പിന്നെ ഇതിൻ്റെ എല്ലാം നടുവിൽ ഈസ് എവരിതിങ് ഡൂം ആൻഡ് ഗ്ലൂം, എല്ലാം നാശവും പ്രതീക്ഷയില്ലായ്മയും അപ്രകാരമുള്ള കാര്യങ്ങളാണോ? ഒരിക്കലുമല്ല. ഇതിൻ്റെ എല്ലാം നടുവിലും ഒരു പ്രത്യാശയുണ്ട്. തിരുവെഴുത്ത് പഠിപ്പിക്കുന്ന വസ്തുത എപ്പോഴാണോ തടുക്കുന്നവൻ ഇവിടെ നിന്ന് മാറ്റപ്പെടുമ്പോൾ അപ്പോഴാണ് അധർമ്മമൂർത്തി, a man of lawlessness വെളിപ്പെട്ടു വരുന്നത്. തടുക്കുന്നവൻ പരിശുദ്ധാത്മാവാണ്. എന്തുകൊണ്ടാണ് തടുക്കുന്നവൻ പരിശുദ്ധാത്മാവെന്നുള്ളത് ഞാൻ 2 തെസ്സലോനിക്കർ 2-ാമത്തെ അധ്യായത്തെക്കുറിച്ചുള്ള ഡീറ്റെയിൽ സ്റ്റഡി നടത്തിയപ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെയും കൂടെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ പരിശുദ്ധാത്മാവെന്ന തടുക്കുന്നവൻ സഭയുടെ കംഫർട്ടർ ആൻഡ് ഹെൽപ്പർ, ആശ്വാസദായകനും സഹായിയും എന്ന ആ റോളിൽ നിന്ന് പരിശുദ്ധാത്മാവിനെ ഇവിടെ നിന്നങ്ങ് മാറ്റപ്പെടുമ്പോൾ, കാരണം ഉൽപ്രാപണത്തിന് ശേഷവും പരിശുദ്ധാത്മാവ് ഇവിടെ ഉണ്ട്. എങ്ങനെയാണോ പരിശുദ്ധാത്മാവ് പഴയ നിയമത്തിൽ പ്രവർത്തിച്ചിരുന്നത് അപ്രകാരമുള്ള റോളിലേക്ക് പരിശുദ്ധാത്മാവ് അങ്ങ് റെലിഗേറ്റഡ് ആവും. അപ്പോൾ സഭയുടെ കംഫർട്ടർ ആൻഡ് ഹെൽപ്പർ, ആശ്വാസദായകനും സഹായിയും എന്ന റോളിൽ നിന്ന് പരിശുദ്ധാത്മാവിനെ ഇവിടെ നിന്ന് എടുക്കുമ്പോൾ, അല്ലെങ്കിൽ സത്യസഭ ഇവിടെ നിന്ന് ഉൽപ്രാപണത്തിൽ യേശുവിൻ്റെ സന്നിധിയിലേക്ക് ചേർക്കപ്പെട്ട് കഴിയുമ്പോൾ മാത്രമാണ് ആ ആൻറ്റി ക്രൈസ്റ്റ്, ആ എതിർ ക്രിസ്തു വെളിപ്പെട്ടു വരുന്നത്. യഥാർത്ഥ ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സന്ദേശം ഭയപ്പെടുത്താനല്ല, പ്രതീക്ഷയുടെ സന്ദേശമാണ്. ഉൽപ്രാപണം തന്നെ വിളിച്ചു പറയുന്നത് ഇറ്റ് ഈസ് റെസ്ക്യൂ ആൻഡ് റിഡംഷൻ. ദൈവത്തിൻ്റെ ഒരു വീണ്ടെടുപ്പ് തന്നെയാണ് ഉൽപ്രാപണം. അത് യേശു കർത്താവ് വാഗ്ദത്തം ചെയ്തതാണ്. അത് ഇൻഫാക്റ്റ് ഒരു മർമ്മമായിരുന്നു, ഒരു മിസ്റ്ററി ആയിരുന്നു. അത് വെളിപ്പെട്ടത് അപ്പോസ്തലനായ പൗലോസിനാണ്. നിങ്ങൾക്ക് ഉൽപ്രാപണത്തെ പറ്റി, റാപ്ചറിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ടീച്ചിങ് സന്ദേശങ്ങൾ ഇതിനു മുമ്പ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവയുടെ ലിങ്കുകളിലൂടെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ നമ്മൾ ഭയപ്പെടണോ? ഒരിക്കലുമില്ല. നാം ഒരുക്കമുള്ളവരായിരിക്കണം. ദൈവത്തിൻ്റെ കൽപ്പനകൾ പ്രമാണിക്കണം. വിശ്വാസത്തോടെ ജീവിക്കണം. പ്രത്യാശ മുറുക്കപ്പിടിക്കണം. സ്നേഹത്തിൽ മുന്നോട്ട് നടക്കണം. ആൻഡ് സ്റ്റേ സ്പിരിച്വലി അലേർട്ട്. ആത്മീകമായി ജാഗരൂകരായിരിക്കണം. ആൻഡ് ദൈവം എന്താണോ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്, ഒരു എഫക്റ്റീവ് വിറ്റ്നസ്, മറ്റുള്ളവരോട് യേശുവിൻ്റെ സ്നേഹം, യേശുവിൻ്റെ സുവിശേഷം, യേശുവിൽ മാത്രമുള്ള നിത്യജീവൻ, ആ ഒരു ഗോസ്പൽ, ആ സുവിശേഷം മറ്റുള്ളവരോട് സ്നേഹത്തിൽ പങ്കിടണം. അത് എത്രയും വേഗം ചെയ്യണം. കാരണം സമയം ഇനി അധികം ഇല്ല. നമ്മൾ ജീവിക്കുന്നത് എക്സ്ട്രാ ഓർഡിനറി സമയങ്ങളിലാണ്. മിഡിൽ ഈസ്റ്റിലെ സാഹചര്യം കൂടുതൽ ടെൻഷനിലേക്ക് പോകുന്നു. പല എക്കോണമീസും ഇപ്പോൾ ദുർബലമായിക്കൊണ്ടിരിക്കുന്നു. പല കൂട്ടുകെട്ടുകളിലും ഷിഫ്റ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. ലോകം വളരെ ഫാസ്റ്റായി മാറിക്കൊണ്ടിരിക്കുന്നു. ഈ ലോകമനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം വെറും ന്യൂസ് ഹെഡ്ലൈൻസാണ്. പക്ഷേ ദൈവത്തിൻ്റെ വചനം സൂക്ഷ്മമായി പഠിക്കുന്നവർക്കറിയാം ഇവയെല്ലാം റിമൈൻഡേഴ്സാണ്. ചരിത്രത്തിൻ്റെ പൂർത്തീകരണത്തിലേക്ക് ഫാസ്റ്റായിട്ട് നീങ്ങുന്നു എന്നതിൻ്റെ റിമൈൻഡേഴ്സാണ്. ലോകം ഫോളിങ് അപ്പാർട്ട്, അതായത് നശിച്ചു വീഴുകയല്ല. ലോകം എങ്ങനെയാണോ അതിൻ്റെ ഫൈനൽ സ്റ്റേജിലേക്ക് വരേണ്ടത്, ആ ചെസ് ബോർഡിൽ കറക്റ്റായിട്ടുള്ള പീസുകൾ ആ ഒരു കറക്റ്റായിട്ടുള്ള പൊസിഷനിലേക്ക് ഫാസ്റ്റായിട്ട് നീങ്ങി കയറുകയാണ്. ആൻഡ് നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും ഒത്തിരി അടുത്തു. ഈ ഒരു സന്ദേശം നിങ്ങൾക്കൊരു അനുഗ്രഹമായി ഇപ്പോഴത്തെ ഈ സംഭവങ്ങളെല്ലാം ബിബ്ലിക്കൽ കാഴ്ചപ്പാടിൽ നിന്ന് മനസ്സിലാക്കുവാൻ നിങ്ങളെ സഹായിച്ചുവെങ്കിൽ മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റുള്ളവർക്കും കൂടെ കാര്യങ്ങൾ മനസ്സിലാക്കുവാനും അവരുടെ ജീവിതങ്ങളെ ക്രമീകരിക്കുവാനും ഇതെല്ലാം ഒരു നിമിത്തമാകട്ടെ. ഡു ദ വർക്ക് ഓഫ് ആൻ ഇവാഞ്ചലിസ്റ്റ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഗോഡ് ബ്ലെസ്. നിങ്ങൾക്ക് ഈ സന്ദേശം ഒരു അനുഗ്രഹമാകുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ചേർന്ന് കാണുന്ന ബെൽ ഐക്കണും പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ആവുമെങ്കിൽ നിങ്ങൾക്ക് ഇപ്രകാരമുള്ള അപ്ഡേറ്റുകളും ബൈബിൾ സ്റ്റഡി സെഷനുകളും എല്ലാം ഇതേ ചാനലിൽ എപ്പോഴൊക്കെ അപ്ലോഡ് ആകുമോ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും.